ഒമാനിൽ ഇറാൻ ആക്രമണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ദുഃഖം തുറമുഖത്തിന് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായെന്നാണ് ഒമാൻ പറയുന്നത്. ഡ്രോണുകളിൽ ഒന്ന് തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിൽ പതിച്ചു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ ചെയ്യുന്നു. റഹീസ്, ഇന്നലെ ഈ പ്രത്യാക്രമണം എന്ന മട്ടിൽ നമ്മൾ ഇന്നലേക്ക് കണ്ടതാണ്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ നിന്നും ഒമാൻ ഇറാൻ തൊട്ടിരുന്ന നമുക്കറിയുന്ന പോലെ തന്നെ ഇറാനും ഒമാനും തമ്മിലുള്ള ദീർഘനാളായ ഒരു സൗഹൃദമുണ്ട്. ഈ പറയുന്ന സൗഹൃദത്തിന് ചരിത്രാതീതമായി തന്നെ പഴക്കമുണ്ട്. 50 വർഷത്തിലേറെ തുടരുന്ന സൗഹൃദം. ഈ പറയുന്ന ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഇറാൻ യുദ്ധത്തിന് പോലും മധ്യസ്ഥത വഹിച്ചത് ഒമാനാണ്. ഒമാനുമായി എത്രത്തോളം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഇറാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒമാനെ ആക്രമിക്കുന്നു പറയുമ്പോൾ ഇറാൻ എല്ലാ സീമകളും കടന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും എക്സ്റ്റൻഡായ രീതിയിലേക്ക് തന്നെ യുദ്ധഭൂമുഖത്തേക്ക് ഇറങ്ങുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ വാർത്ത അത്തരത്തിലുള്ള വാർത്തയാണ് ഒമാനിൽ നിന്ന് വരുന്നത്. ഈ പറയുന്ന ഖത്തറിലും റഹീസ്, നിലവിൽ വരുന്ന വാർത്തകൾ ഒമാനിലൊരു തീപിടുത്തം എന്നാണ്. ഈ തീപിടുത്തം ഇറാൻ റിറ്റാലിയേഷന്റെ ഭാഗമായി ഉണ്ടായെന്നൊക്കെ അനുമാനിക്കാനാകുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഒമാനുമായി ബന്ധപ്പെട്ട്? സുഹൈൽ, നിലവിൽ ഒമാനുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടം അത് ഈ ഇറാൻ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അത് ആ തരത്തിൽ തന്നെയാണ് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ദുഃഖം തുറമുഖത്ത് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് ഒമാൻ പറയുന്നത്. ഡ്രോണുകളിൽ ഒന്ന് തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിൽ പതിച്ചു. ഒപ്പം തന്നെ ആക്രമണത്തിൽ പ്രവാസിയായ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഒമാനിൽ നിന്ന് വരുന്നുണ്ട്. നേരത്തെ ഷാർജയിൽ നിന്ന് വന്ന വിവരത്തിൽ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ് ഷാർജ പോലീസ്. അത് പ്രധാനമാണ്, കാരണം അത് ഡ്രോൺ ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ തീപിടുത്തമല്ല എന്നാണ് ഷാർജ പോലീസ് നിലവിൽ വിശദീകരണം നൽകുന്നത്. അതായത് അത് മറ്റൊരു ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തമാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തം, അതിൽ നിന്നാണ് പുക ഉയർന്നത് എന്നാണ് നിലവിൽ ഷാർജ പോലീസ് പറയുന്നത്. അപ്പോൾ അതായത് അൽനാദയിൽ നേരത്തെ ആ മേഖലയിൽ ഉണ്ടായ വലിയ കറുത്ത പുക ഉയർന്ന ഇപ്പോഴത്തെ സാഹചര്യം ഒരുപാട് പേർ ആ വീഡിയോകൾ അയക്കുകയും ഒപ്പം തന്നെ അത് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ നിലയ്ക്ക് ഡ്രോൺ പഠനങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഈ ദൃശ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തീപിടുത്തത്തിന് പിന്നാലെ ഉണ്ടായതാണ്. അതൊരു റിറ്റാലിറ്ററി ആക്രമണത്തിനിടയിൽ ഉണ്ടായതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾക്ക് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ കണക്കാക്കുന്ന ഒമാനിലുള്ള ഇറാന്റെ ആക്രമണമാണ്. ഇന്നലെയൊക്കെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇറാൻ ഈ പറഞ്ഞതുപോലെ ഒന്നിടവിട്ട് ആക്രമണം നടത്തുമ്പോഴും ഏറ്റവും സേഫ് സോൺ എന്നൊരു രാജ്യമാണ് ഒമാൻ. കാരണം ഒമാനും ഇറാനും തമ്മിലുള്ള സൗഹൃദം നമുക്ക് അറിയുന്നതാണ്. അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇരുവരും പുലർത്തിപ്പോരുന്ന ഈ പറഞ്ഞ രാഷ്ട്രീയ മര്യാദകൾ നമുക്ക് അറിയുന്നതാണ്. ഈ മര്യാദകളൊക്കെ മറികടന്നുകൊണ്ട് ഒമാനിലേക്ക് ഇറാൻ ഒരു ആക്രമണം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഒമാനിലേക്ക് ഒരു കടന്നുകയറ്റം കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇറാൻ നടത്തുകയാണ്. അത് എടുത്തു പറയേണ്ടി വരും. കാരണം നിലവിൽ ഈ ആക്രമണം നടത്തുന്നത് ബേസ് ക്യാമ്പുകളെ കേന്ദ്രീകരിച്ചാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പല രാജ്യങ്ങളുടെയും ഇന്നലെ മാറ്റി നിർത്തപ്പെട്ട ഒമാനിലേക്കും ഇന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2 തവണ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം സ്ഥിരീകരിച്ച് തന്നെ പറയുമ്പോൾ അത് ഒരു കടന്നുകയറ്റം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയണം. ആദ്യഘട്ടത്തിൽ ഇറാൻ പറഞ്ഞിരുന്നത് പോലെ ഒന്നുമല്ല ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത്. യുദ്ധം ആരംഭിച്ചു കഴിയുമ്പോൾ അതിന് നിയമമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ആ തരത്തിൽ ഈ ഒമാനിലേക്കുള്ള ആക്രമണം കൂടി ഇപ്പോൾ ഉണ്ടാവുകയാണ്. അതിൽ ലേബർ ക്യാമ്പ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ആളുകൾ ഈ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് കൂടി ഈ ആക്രമണത്തിന്റെ തോത് അതിന്റെ അലയൊലികളൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. ഇന്നലെ രാത്രിയും ഇറാനോട് യുദ്ധം നടത്തരുത് എന്ന് ഒമാൻ ഭരണാധികാരി പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം ഇന്നലെ ഒമാനിലേക്ക് ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇന്ന് ഉച്ചയിലേക്ക് വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ കൂടുതൽ മാറുകയാണ്. അത് തന്നെയാണ് ഇന്നലെ ഒരു ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ ഇറാൻ അനുകൂലമായ ഒരു തരികിലും പ്രതികരിച്ചത് ഒമാനാണ്. അമേരിക്ക ഞങ്ങളെ ആശങ്കപ്പെടുത്തി, ഞങ്ങൾ ചർച്ചകൾ നടത്തുന്നതിനിടെ എന്തിന് അമേരിക്ക ആക്രമിച്ചു എന്നൊരു ചോദ്യം പോലും മിഡിൽ ഈസ്റ്റിൽ നിന്ന് റൈസ് ചെയ്ത ഏക രാഷ്ട്രം ഒമാൻ മാത്രമാണ്. അത്തരത്തിൽ ഇറാൻ ഒരു പിന്തുണ കൊടുക്കുമ്പോൾ വർഷങ്ങളോളമായി പ്രോ ഇറാൻ സെന്റിമെന്റ്സ് ഉള്ള ഒമാനിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു കടന്ന കൈയാണ്. കാരണം അമേരിക്കൻ ബേസ് ക്യാമ്പുകളാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോഴും ഇന്നലെയും ഒമാൻ അവിടെയുണ്ട്. ഒമാനിൽ 2 3 അമേരിക്കൻ ബേസ് ക്യാമ്പുകൾ, അതിലൊന്നും ആക്രമണം നടത്താതെ ഇസ്രയേലും അമേരിക്കയും അതിശക്തമായ ആക്രമണം ഈ പറയുന്ന ഇറാൻ മേഖലയിൽ നടത്തുമ്പോൾ ഇനി അങ്ങോട്ട് ഏത് രീതിയിൽ തിരിച്ചടിയാണ്? റൈസ് പറഞ്ഞതുപോലെ തന്നെ യുദ്ധത്തിൽ നിയമങ്ങളില്ല. മിഡിൽ ഈസ്റ്റ് എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെ ആക്രമിക്കുന്ന സ്ട്രാറ്റജിയിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒമാനിൽ ആക്രമണം നടത്തുമ്പോൾ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് കൈവിട്ട കളിയാണ്. കാരണം ഒരു 1950 മുതലുള്ള ഒരു വലിയ ദീർഘമായ സൗഹൃദമുള്ള രാഷ്ട്രമാണ്. എപ്പോഴും ഈ പറയുന്ന സൗദിയും യുഎഇയും അടക്കം ഈ പറയുന്ന പ്രോ ഇസ്രായേൽ അമേരിക്കൻ നിലപാടുകൾ എടുക്കുമ്പോഴും ഇറാൻ നിലപാടുകളൊപ്പം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രം കൂടിയായിരുന്നു ഒമാൻ. അങ്ങനെ ഒമാനെ ആക്രമിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഇറാനെതിരെ തിരിയാനുള്ള സാധ്യത കൂടിയല്ലേ ഉരുതിരിഞ്ഞു വരുന്നത് റൈസ്?
നിശ്ചയമായും ഇപ്പോൾ അത് ആ തരത്തിൽ തന്നെയാണ് വരുന്നത്. കാരണം ഇന്നലെ മാറ്റി നിർത്തപ്പെട്ട ഒമാനിനെ കൂടി ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഗൾഫ് രാജ്യങ്ങളെല്ലാം ആക്രമണ മുനമ്പിലാണ്. രാവിലെ മുതൽ തന്നെ ഈ പറയുന്ന ദുബായിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ നിലയ്ക്ക് അവശിഷ്ടങ്ങൾ വീണിട്ടായാലും ഒക്കെയും ദുബായിൽ പ്രശ്നം ഉണ്ടാകുന്നു, ബഹ്റൈനിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ മറ്റു പല ഭാഗങ്ങൾ ഈ ഒരു യുദ്ധ സാഹചര്യത്തിന്റെ ഭാഗമായി ഇറാന്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നം ഇന്ന് ഈ ഗൾഫ് മേഖലയിൽ പല തരത്തിലും ഉണ്ടാകുന്നുണ്ട്. അത് റോഡുകളിൽ ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, എല്ലാ മേഖലകളെയും ബാധിക്കുന്ന തരത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഈ ആക്രമണമൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയും ഒക്കെ ഇതിപ്പോൾ ഇന്നും ഇന്നലെയും ഒക്കെ അവധി ദിവസങ്ങളായതുകൊണ്ടാണ് കൂടുതൽ കാര്യമായിട്ട് ഈ വിഷയമൊന്നും ബാധിക്കാതിരുന്നതും അല്ലെങ്കിൽ വലിയ തോതിൽ ജനജീവിതത്തിനെ ഇത് നേരിട്ട് ബാധിക്കാതിരുന്നത്. പക്ഷേ നാളെ ആകുന്നതോടുകൂടി പിന്നീട് മറ്റൊരു വർക്കിംഗ് ഡേയിലേക്ക് കൂടി കടക്കുകയാണ്. അപ്പോൾ എത്ര ദിവസം ഇത് തുടരും എന്നുള്ള ഒരു ആശങ്ക. ഇന്ന് ഇപ്പോൾ അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കൊല്ലപ്പെട്ടതിനൊക്കെയും പിന്നാലെ ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്, ആശങ്കയോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ്. അപ്പോഴാണ് ഒമാനിലേക്ക് കൂടി അവർ ആക്രമണം വ്യാപിപ്പിക്കുന്നത്. ആരും തങ്ങളുടെ ആക്രമണ പരിധിയിൽ നിന്നും മാറി നിൽക്കില്ല. അതായത് എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള ആർക്കും ഒരു ഒഴിവും നൽകില്ല എന്ന നിലപാടാണ് നിലവിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഒരു സംയുക്ത പ്രസ്താവന ഈ രാജ്യങ്ങളുടെ ഒക്കെയും ഒരു പ്രതികരണം, ഒരു ഏകീകരിച്ച സ്വഭാവത്തിലുള്ള പ്രതികരണം ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.